ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്റർക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 നാലാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഇംഗ്ലീഷിൽ അത് കൊടുക്കുന്നുണ്ട്. ഒക്കെ പെയ്ഡാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നാലാമത്തെ ബ്ലോക്കിൻ്റെ പേര് എന്താണ്? ദ ഏജ് ഓഫ് പെരുമാൾസ് എന്നുള്ള പെരുമാൾ കാലഘട്ടത്തെ. അപ്പോൾ ഇതുവരെ നമ്മൾ സംഘകാലഘട്ടത്തെക്കുറിച്ചാണ് പഠിച്ചിരുന്നത് മൂന്നാമത്തെ ബ്ലോക്കിൽ. നാലാമത്തെ ബ്ലോക്കിൽ നമ്മൾ പെരുമാൾ കാലഘട്ടത്തെക്കുറിച്ചാണ്, ഏജ് ഓഫ് പെരുമാൾസ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്, ചരിത്രരചന ശാസ്ത്രം. അതായത് അവരുടെ പ്രധാനമായിട്ട് അവരുടെ ചരിത്രത്തെക്കുറിച്ച് ആരൊക്കെ രേഖപ്പെടുത്തി, എന്തെല്ലാം തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെയും MGS നാരായണൻ്റെയും പെരുമാൾ രാജ്യത്തിൻ്റെ ചരിത്ര വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ്. ആരൊക്കെയാണ്? ഇളംകുളം കുഞ്ഞൻപിള്ള, MGS നാരായണൻ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടില്ലേ, MGS നാരായണൻ്റെയൊക്കെ പെരുമാൾ ചരിത്രത്തെക്കുറിച്ചുള്ള ചരിത്ര വ്യാഖ്യാനങ്ങളാണ്. അതിൽ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്ര വ്യാഖ്യാനം നോക്കാതെ അദ്ദേഹം ഏകകേന്ദ്ര ഭരണകൂടമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ഒരു ശക്തമായ അഭിപ്രായമാണ് ഒരു ഏകകേന്ദ്ര ഭരണകൂടമായിരുന്നു പെരുമാക്കുന്നത്. അതായത് ഒരു കേന്ദ്ര ഭരണം, ആ കേന്ദ്രത്തിലിരിക്കുന്ന വ്യക്തി സാമ്രാജ്യത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ഭരണരീതി, ഇതാണ് ഏകകേന്ദ്ര ഭരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭരണകൂടത്തെ അദ്ദേഹം എന്ത് ചെയ്തു? ചോള, പാണ്ഡ്യ തുടങ്ങിയ സാമ്രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്തു. അപ്പോൾ ആരാണ് ഈ പെരുമാക്കന്മാർ? ചേരഭരണാധികാരികളാണ്. ഭരണാധികാരികളായ പെരുമാക്കന്മാരെ ചോള, പാണ്ഡ്യ സാമ്രാജ്യവുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയും കേന്ദ്രവും മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് അവർക്കും ഒരു കേന്ദ്രഭരണമാണ് ഉണ്ടായിരുന്നത്. അതിനെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത് പെരുമാക്കന്മാർക്കും എന്തിനെയാണ് ഒരു ശക്തമായ കേന്ദ്രീകൃത ഭരണമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വ്യാഖ്യാനം ഭൗതിക സാക്ഷ്യങ്ങളുടെ പ്രാധാന്യമാണ്. പറഞ്ഞാൽ ചരിത്രം രചിക്കുമ്പോൾ അതിൽ അദ്ദേഹം ശാസ്ത്രീയമായ രീതികൾക്ക് മുൻഗണന കൊടുത്തു. ഇളംകുളം കുഞ്ഞൻപിള്ള ആ ശാസ്ത്രീയ പ്രമാണങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത് വിവിധ പ്രമാണങ്ങളെ, നാണയങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുകയാണ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? ചരിത്രത്തെ പുനരാഖ്യാനം ചെയ്യുന്ന ഒരു രീതിയാണ് ആര് സ്വീകരിച്ചത്? ഇളംകുളം കുഞ്ഞൻപിള്ള സ്വീകരിച്ചത്. പിന്നെ ഭാഷാ ചരിത്ര ബന്ധമാണ് അദ്ദേഹം നടത്തിയത്. ഭാഷയും ചരിത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചു. എന്നിട്ട് ഭാഷയുടെ വികസനം ചരിത്രപരമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു നിലപാടിൽ അദ്ദേഹം എത്തിച്ചേരുകയും അതിലധികം അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ഇത്രയാണ് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ആഖ്യാനങ്ങൾ. ഇനി നമുക്ക് MGS നാരായണൻ്റെ ചരിത്ര വ്യാഖ്യാനങ്ങളാണ് നോക്കാനുള്ളത് കേട്ടോ. MGS നാരായണൻ പറയുന്നത് ഫ്യൂഡൽ സംവിധാനത്തെ മുൻനിർത്തിയിട്ടാണ് ഈ പെരുമാൾ ഭരണം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം പറയുന്നത് പെരുമാൾ ഭരണത്തെ ഒരു ഫ്യൂഡൽ സംവിധാനവുമായിട്ട് കണക്കാക്കാൻ കഴിയും എന്നാണ്. എങ്ങനെ? അദ്ദേഹം ഈ ഭരണകൂടം ബ്രാഹ്മണ ഒലിഗാർക്കിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന എന്നും അതേപോലെ തന്നെ കേന്ദ്രഭരണം ക്ഷീണിച്ചിരുന്നു എന്നുമാണ് പറഞ്ഞത്. ഇളംകുളം കുഞ്ഞൻപിള്ള പറഞ്ഞാൽ എന്താണ്? ഒരു ഏകകേന്ദ്രീകൃത ഭരണമാണ് ഉണ്ടായിരുന്നത് എന്ന്. പിന്നെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം സാമൂഹിക സാമ്പത്തിക ഘടനകളുടെ വിശകലനമാണ്. അദ്ദേഹം ചരിത്രത്തെ സാമൂഹിക സാമ്പത്തിക ഘടനകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണ സമുദായത്തിൻ്റെ പങ്ക്, ഊരുകളുടെ സ്വാധീനം, അതുപോലെ തന്നെ ഭൂസമ്പത്തിൻ്റെ പുനർവിതരണം അദ്ദേഹം വിശദമായിട്ട് പരിശോധിച്ചു. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു വ്യാഖ്യാനമാണ് പെരുമാൾ ഭരണത്തിൻ്റെ പരിധി. നാരായണൻ പെരുമാൾ ഭരണത്തിൻ്റെ ശക്തമായ കേന്ദ്രഭരണമായി കാണുന്ന ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തെ അദ്ദേഹം വിമർശിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ ഭരണകൂടം പലപ്പോഴും പ്രാദേശിക തലങ്ങളിൽ വിഭജിക്കപ്പെട്ടിരുന്നു എന്നാണ് അനുവാദിക്കുന്നത്. അതായത് കേന്ദ്രഭരണം അത്ര അങ്ങോട്ട് ശക്തമായിരുന്നില്ല എന്നുള്ള വാദമാണ് ആർക്കുള്ളത്? MGS നാരായണന് ഉള്ളത്. ഇത്രയാണ് രണ്ടാളുകളുടെ വ്യാഖ്യാനങ്ങൾ. ഇനി നമുക്കിതിൽ നിന്ന് വരുന്നത് കേരളോൽപ്പത്തിയിലെ പരശുരാമൻ്റെ ഇതിഹാസത്തിൻ്റെ പ്രാധാന്യമാണ്. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ അതെന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ചോദിക്കുന്നത്. പരശുരാമൻ്റെ ഇതിഹാസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളോൽപ്പത്തി പുരാണം അനുസരിച്ച് പരശുരാമൻ അധികാരത്തിൽ വന്നിട്ട് സമുദ്രത്തെ പിൻവലിച്ച് കേരളം രൂപപ്പെടുത്തി, അല്ലെങ്കിൽ കേരളം സൃഷ്ടിച്ചു എന്നുള്ളൊരു ചരിത്രമുണ്ട്, ഐതിഹ്യമുണ്ട്, കേട്ടിട്ടുണ്ടാവും. അതാണ് കഥ അല്ലേ, ഐതിഹ്യമാണ്. ഈ കഥയുടെ മുഖ്യ പ്രാധാന്യം കേരളത്തിൻ്റെ ആധികാരികതയും പ്രത്യേകതയും ചൂണ്ടിക്കാണിക്കുന്നതാണ്.
പരശുരാമൻ ബ്രാഹ്മണനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നും അവരെ 16 ഗ്രാമങ്ങളിലായിട്ട് പാർപ്പിച്ചു. അതുകൊണ്ട് കേരളത്തിലെ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ സാമൂഹിക ആധിപത്യം ഇതിഹാസപരമായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കേരളം ഒരു ധർമ്മഭൂമിയാണെന്നാണ് എന്നൊരാശയം കൂടിയുണ്ട്. ധർമ്മഭൂമിയാണ് എന്നൊരാശയം കൂടി ഈ ഇതിഹാസത്തിൽ വഴി ഈ പരശുരാമൻ്റെ ഇതിഹാസം വഴി ഉറപ്പാക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ സംസ്കാര മൂല്യങ്ങളുടെ ഉത്ഭവത്തിന് ഒരു അടിസ്ഥാനമാണ്. ഇനി അതിൻ്റെ സാമൂഹിക ഘടനയിൽ അതിൻ്റെ പ്രത്യാഘാതം, ഈ പരശുരാമൻ്റെ ഇതിഹാസത്തിൻ്റെ പ്രത്യാഘാതം എന്താണെന്നുള്ളതാണ്. പരശുരാമൻ ബ്രാഹ്മണാധിപത്യം സ്ഥാപിച്ചെന്ന് വിശ്വസിക്കുകയും പിന്നീട് ബ്രാഹ്മണ ആശ്രമധർമ്മത്തെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹഘടന രൂപപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. നാടിൻ്റെ അതോറിറ്റി നമ്പൂതിരിമാർക്ക് ബാധ്യതയായിട്ട് സൃഷ്ടിച്ച രീതിയിലാണ് ഇതിഹാസം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇത് സമൂഹത്തെ എന്ത് ചെയ്യുന്നു, നമ്പൂതിരിമാരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. പരശുരാമൻ സമൂഹത്തെ ജാതികളായിട്ട് വിഭജിച്ചായിട്ട് കഥകൾ പറയുന്നുണ്ട്. അതിലൂടെ ജാതി സംവിധാനത്തിൻ്റെ സാമൂഹ്യ അടിസ്ഥാനമാണ് കഥയിലൂടെ പിന്തുണ കൊടുക്കുന്നത്. ജാതി സംവിധാനത്തിൻ്റെ വിഭജനത്തിനാണ്. ഇനി അതിൻ്റെ രാഷ്ട്രീയ ഘടനയിലെ പ്രത്യാഘാതം എന്താ നോക്കുക. ഇതിൻ്റെ പരശുരാമൻ്റെ ഐതിഹ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിലെ പ്രത്യാഘാതം എന്ന് വെച്ചാൽ പരശുരാമൻ സൃഷ്ടിച്ച ഭൂമി ബ്രാഹ്മണർക്ക് സമ്മാനിച്ചു. അതാണ് ഇതിഹാസത്തിൽ പറയുന്നത്. എന്നിട്ട് ഭൂമി ഉടമസ്ഥാവകാശത്തെ അദ്ദേഹം അതിനുശേഷം ഇങ്ങനെ അവർക്ക് നൽകിയതിന് ശേഷം ഇതിന് ഉടമസ്ഥാവകാശത്തെ കേരളത്തിലെ രാഷ്ട്രീയ രൂപീകരണത്തിന് ആധാരമാക്കി. പരശുരാമൻ ഒരു കേന്ദ്രഭരണം സ്ഥാപിച്ചു എന്നല്ല, മറിച്ച് ഓരോ ദേശത്തിനും സ്വതന്ത്രമായി അധികാരങ്ങൾ നൽകി എന്നാണ് ഇതിൽ കാണുന്നത്, ഇതിഹാസത്തിൽ കാണുന്നത്. ഇത് ദേശീയത ശക്തിപ്പെടുത്തി. പെരുമാൾ ഭരണത്തെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചും പറയുന്ന ചരിത്രത്തിൽ ഈ ഇതിഹാസം ബ്രാഹ്മണാധിപത്യത്തെ മുൻനിർത്തി വെച്ച് മറ്റ് ഭരണാധികാരികളുടെ സ്ഥലവും സ്ഥാനവും ഒക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ബ്രാഹ്മണരല്ലാത്ത ചില ഭരണാധികാരികൾക്ക് കൂടി അവിടെ ഒരു പങ്കുള്ളതുപോലെയാണ് നമുക്ക് ഈ ഇതിഹാസത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മനസ്സിലാവുന്നത്. ഇനി നമുക്കിതിന്ന് ആദ്യകാല ചരിത്രകാരന്മാരുടെ പശ്ചാത്തലം, കേരള ചരിത്രത്തെക്കുറിച്ചുള്ളവരുടെ വ്യാഖ്യാനവും അവർ അഭിമുഖീകരിച്ച ചില പരിമിതികളും ഉണ്ട്. അതിൻ്റെയൊക്കെ സ്വാധീനമാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് കേരളത്തിലെ ശാസ്ത്രീയ ചരിത്ര രചനയ്ക്ക് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് പാശ്ചാത്യ ശാസ്ത്രീയ രീതികൾ പരിചയപ്പെട്ടു നമ്മൾ. അതേസമയം ഇന്ത്യയിലെ ദേശീയ മുന്നേറ്റത്തിൻ്റെ സ്വാധീനത്തിൽ ആധ്യാത്മികമായിട്ടും ദേശീയതയെ നിറഞ്ഞു നിന്ന ഒരു ചരിത്ര വ്യാഖ്യാന ശൈലി പലർക്കും ഉണ്ടായിരുന്നു. ചരിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പ്രധാന സ്രോതസ്സുകൾ കാവ്യങ്ങൾ, പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, ഇതിഹാസങ്ങൾ, പഴങ്കഥകളൊക്കെയായിരുന്നു. അതിനു മുമ്പേ അന്ന് ശാസ്ത്രീയ ക്രമീകരണം വന്നിട്ടില്ല. ശാസ്ത്രീയ ക്രമീകരണം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ചരിത്രകാരന്മാർ കേരളോൽപ്പത്തി, അതുപോലെ തന്നെ കേരള മഹാത്മ്യം, സ്കന്ദപുരാണം മുതലായ പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഖ്യ ചരിത്ര സ്രോതസ്സുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. അതായത് ചരിത്രം നിർമ്മിക്കാനുള്ള ഉറവിടങ്ങളായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അതിനാൽ ചരിത്രവും പുരാണവും തമ്മിൽ വ്യക്തമായ വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, അതൊന്ന് മാറ്റണമല്ലോ അല്ലേ. അനേകം ചരിത്രങ്ങൾ കേരളത്തിലെ ധർമ്മഭൂമി എന്ന് ആവിഷ്കരിച്ചിട്ടുമുണ്ട്. ബ്രാഹ്മണാധിപത്യം, ജാതി വ്യവസ്ഥ തുടങ്ങിയ ഘടകങ്ങൾ ഒരിക്കൽ പോലും വിമർശനാത്മകമായിട്ട് അവിടെയൊന്നും പരാമർശിച്ചിട്ടുമില്ല. കേരളം എന്നും ആദ്യഭൂമി ആണെന്ന അല്ലെങ്കിൽ ആദ്യഭൂമി എന്ന ധാരണ ഉയർത്തിപ്പിടിച്ചിട്ടുമുണ്ട് അവിടെ. ഇതിലൂടെ പാശ്ചാത്യരുടെ അധികാരത്തെ എതിർക്കാനും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഉയർച്ച ഉദാഹരിക്കാനും ആളുകൾ ശ്രമിച്ചു. ആദ്യകാല ചരിത്രകാരന്മാർ പലരും പ്രാഥമിക രേഖകളുടെ ശാസ്ത്രീയ വിശകലനം നടത്താൻ താല്പര്യം കാണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിന് താല്പര്യം പുലർത്തിയിരുന്നില്ല. അത് അടിസ്ഥാനപരമായിട്ട് കഥകൾ ചിത്രമായിട്ട് സ്ഥിരീകരിക്കുകയായിരുന്നു അവരുടെ ജോലി. അതിൽ ബ്രാഹ്മണ സംസ്കാരത്തെ മുൻനിർത്തി ചരിത്രം എഴുതിയതുകൊണ്ട് അന്ന് അന്യ സംസ്കാരങ്ങളുടെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതികളുടെയൊക്കെ സംഭാവനകൾ അതിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ചരിത്രങ്ങൾ അതിൽ അവഗണിക്കപ്പെട്ടു. അവർക്കതിലൊരു പങ്കും ലഭിച്ചില്ല. അങ്ങനെ അവർ പലപ്പോഴും നിയമത്തിൽ നിർണായകമായ ഒരു ശ്രദ്ധ ചെലുത്താനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത് മാറിയിട്ട് പിൽക്കാലത്ത് വന്ന ചരിത്രരചന കുറച്ചുകൂടി ശാസ്ത്രീയമായപ്പോൾ എല്ലാ വിഭാഗം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിന് സോഴ്സുകളായിട്ട് ഉപയോഗിച്ച് എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശിലാലിഖിതങ്ങൾ, നാണയങ്ങൾ, പുരാവസ്തു തെളിവുകൾ, കണ്ടെത്തലുകൾ എന്നിവയെ മതിയായ പ്രാധാന്യത്തോടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചരിത്രരചന നിർമ്മിക്കാൻ തുടങ്ങി.
ഹെർമൻ ഗുണ്ടർട്ട്, വില്യം ലോഗൻ, KP പത്മനാഭ മേനോൻ എന്നിവർ ആദ്യകാല ചരിത്രകാരന്മാരിൽ പ്രധാനികളായിരുന്നു. അതായത് തുടക്കത്തിൽ നമുക്ക് ശാസ്ത്രീയമായൊരു ചരിത്രരചനാ രീതി ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ പുരാണങ്ങൾ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരശുരാമൻ്റെ ഇതിഹാസമൊക്കെ അവിടെ പറയാൻ കാരണം. എന്താണ്, ഇതിഹാസങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചരിത്രരചനയാണ് നടത്തിയിരുന്നത്. പിന്നീടാണ് ഈ നാണയങ്ങൾ, പുരാവസ്തു തെളിവുകൾ, ശിലാലിഖിതങ്ങൾ, മറ്റ് ലിഖിതങ്ങൾ എന്നിവയൊക്കെ ആശ്രയിച്ചുകൊണ്ടുള്ള ചരിത്രരചന കേരളത്തിൽ ആരംഭിച്ചത്. അപ്പോൾ അതായത് ചരിത്രരചനയെ ശാസ്ത്രീയമാക്കി തുടങ്ങിയത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം. ഓക്കെ, അതാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. താങ്ക്സ്.